ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അക്കമിട്ട് അടിവരയിട്ട് PV അൻവർ പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് കോൺഗ്രസ് ആവുക? ഇപ്പോൾ സഖാവ് പിണറായി വിജയന് മുമ്പ് വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ DNA പരിശോധകനും ലാബ് ടെക്നീഷ്യനുമായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന PV അൻവർ. ഇവിടെ ഇരിക്കുന്ന പല സഖാക്കന്മാർക്കും സൈബർ കടന്നലായിരുന്നല്ലോ, അമ്പൂക്കയായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന PV അൻവർ. ആർക്കെതിരെയും എന്തും പറയിക്കുന്ന മെഗാഫോൺ ആയിരുന്നില്ലേ ഈ PV അൻവർ? ഇപ്പോഴെന്താ PV അൻവർ സ്വർണം പൊട്ടിക്കലിന്റെ ആളാണ്. PV അൻവർ ഇപ്പോ കോൺഗ്രസിന്റെ പാരമ്പര്യം പേർന്നവരാണ്. എന്തൊക്കെയാണ് ഇപ്പോ എന്താ മാറ്റം? ഇവിടെ കാതലായി ഞങ്ങൾ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്? PV അൻവർ പറയുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയല്ലേ, RSSന്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ മറ്റേ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. RSSന് വേണ്ടിയിട്ട് RSSന്റെ ചങ്ങാത്തമുള്ള RSS പറയുന്ന ആളുകളെ നിയമിക്കാനും RSSന് ഇഷ്ടമുള്ളവരെ അവരെ മാറ്റാതിരിക്കാനുമുള്ള RSS ബന്ധമുള്ളയാളാണ്. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് RSSകാരുമായി ചേർന്നുകൊണ്ട് പൂരം കലക്കിയവനാണ് മുഖ്യമന്ത്രി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏത് പൊട്ടനും മന്ത്രിയാകാം. പൊട്ടനായ മന്ത്രി മാത്രമല്ല, അതിൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാകാം. അല്പം നിർത്തിയിട്ട് പറഞ്ഞു, ഒരു പാർട്ടി രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളിൽ പടുത്തുയർത്തിയ പാർട്ടിയിൽ റിയാസ് മോൻ മാത്രം മതിയോ? റിയാസിന് വേണ്ടി മാത്രമായിട്ടൊരു പാർട്ടി ഉണ്ടോ? ഉത്തരം പറയേണ്ടതല്ലേ? ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന അവരുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അയാൾ വളരെ ദുർബലനാണ്, നാക്കെടുത്ത് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ആരാണ് മറുപടി പറയേണ്ടത്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്ക് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുക്കാതെ ദുഷ്ടത്തരം കാണിച്ചുകൊണ്ട് മകളെയും കുടുംബത്തെയും കൂട്ടി വിദേശയാത്രയ്ക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു പിണറായി വിജയന്. പറഞ്ഞതാരാ? അൻവറാണ്. മറുപടി പറയേണ്ടതാരാ? ഞങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ മറുപടി പറയണം. അതുപോലെ തന്നെ ഈ അതിനകത്ത് പറഞ്ഞു, ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സ്വർണം പൊട്ടിക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഇപ്പോഴാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇപ്പോ കടത്തുകാരനായി മാറുന്നത്? എങ്ങനെയാണ് അദ്ദേഹം കടത്തുകാരനായി മാറിയത്? അപ്പൊ നിങ്ങളെ കൂടെ നിന്നാൽ ഏത് വിഷവും അമൃതായി മാറും. എന്നാൽ അവർ പുറത്തിറങ്ങിയാലോ അവർ കാളകൂട വിഷം. ഇതല്ലേ നിങ്ങളുടെ സമീപനം? ആ സമീപനമല്ലേ ചോദ്യം ചെയ്യേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകത്തിന്റെ താവളമായി മാറുന്നു, പൊതുസമൂഹം ചർച്ച ചെയ്യും സാർ. രണ്ടാമത്തെ വിഷയം എന്താണ്? RSSന് വേണ്ടി RSSന് മേധാവി പറഞ്ഞാലേ MR അജിത്കുമാറിനെ മാറ്റുള്ളൂ. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് RSSുമായിട്ട് ബന്ധമാണ്. ഇവിടെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പലരും പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഈ പാർട്ടി കൊടുങ്കാറ്റ് പോലെ ഉയർത്തു വന്നിട്ടുണ്ട്. ശരിയാണ്. അന്നൊക്കെ പലപ്പോഴും ശ്രീ MV രാഘവൻ പാർട്ടി വിട്ടപ്പോഴും ശ്രീ KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴും പാർട്ടിക്ക് ഒരു ആത്മബലമുണ്ടായിരുന്നു, കാരണം പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നെന്താണ് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്നത്? ഇന്ന് പാർട്ടിയില്ല, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് അൻവർ പറയുകയാണ്, ഞാൻ പറയല്ല, അൻവർ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു അല്പം കൂടി കടന്നിട്ട് പറയുകയാണ്, എന്താണ് അതിന്റെ വ്യത്യാസം എന്നറിയോ? അന്ന് ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ നേരെ ഒരിക്കൽ പോലും RSSുമായി ബന്ധപ്പെട്ട RSSന്റെ ബന്ധം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്ന് ആ അന്നത്തെ നേതൃത്വത്തിനെതിരായി ഇതുപോലെ വിമർശനം ഉണ്ടായിട്ടില്ല. CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? RSS അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്ന് PV അൻവർ പറയുന്നു. മറുപടി പറയണ്ടേ? രണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരു കാര്യമുണ്ട്. ഒരു ജില്ലയെ, മലബാറിലെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയാക്കാൻ വേണ്ടി ADGP ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങളെയും മുദ്രാവാക്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, P ശശി, ഞങ്ങൾ പോലും അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല, P ശശി അധോലോകമാപികയാണ്, MR അജിത്കുമാർ കാട്ടുകള്ളനാണ്. സർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ സൂര്യൻ അണഞ്ഞു. പാർട്ടിക്കാർക്കും സാധാരണക്കാർക്കും ഇന്ന് പരമപുച്ഛമാണ്. ഈ പാർട്ടിക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് ഏറ്റവും വലിയ നീതികേട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് PV അൻവർ ഉന്നയിച്ച ഒരു ആരോപണം. ദൂരവ്യാപകമായ അലയൊലികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു ആരോപണമായി ഇടതുപക്ഷത്തിന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു.
പക്ഷേ നിങ്ങൾ പറഞ്ഞതെല്ലാം പഴങ്കഥകളാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പഴങ്കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞ ശ്രീ എം.എൻ. വിജയന്റെ ഒരു കഥയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. എം.എൻ. വിജയന്റെ കോട്ടയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എം.എൻ. വിജയൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഏതെങ്കിലും ഒരു കൊട്ടാരം പണിതുയർത്താൻ ശ്രമിച്ചാൽ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നാൽ അത് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മുകളിൽ ഏറ്റവും മേൽക്കൂരയിൽ നിന്ന് തന്നെ പൊളിക്കണം. അദ്ദേഹം നിർത്തിയിട്ട് ഇത്ര കൂടി പറഞ്ഞു, ഒരാൾ വിഗ്രഹ ഭഞ്ജനത്തിനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തലയിൽ തന്നെയാണ് അടിച്ചു പൊട്ടിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആരാണ് തലയെന്നും ആരാണ് വിഗ്രഹമെന്നും ആരാണ് പൊട്ടിക്കേണ്ടതെന്നും കാലം വിലയിരുത്തട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണ് സാർ? നിങ്ങൾ ആരെയാണ് സാർ ഇതൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ട ഇടത് സഹയാത്രി, ഇടതുപക്ഷത്തിന്റെ ചാനലിലെ വക്താവിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ആത്മരോഷമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകും. ആ പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് പറ, മകളെ രക്ഷിക്കാൻ വേണ്ടി RSSമായിട്ടും ADGPയുമായിട്ടും ഒത്തുകളിച്ചുകൊണ്ട് പൂരം കലക്കുന്ന ഏറ്റവും വലിയ പാറമേക്കാവിന്റെയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിന്റെയും പ്രാക്ക് കിട്ടിയ, അല്ലെങ്കിൽ അവരുടെ ശാപം കിട്ടിയ ജന്മവും പേറിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്ക്. മകളുടെ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിക്ക്. PV അൻവർ ഉയർത്തി പോലെ മാഫിയാവൽക്കരണത്തെ കുറിച്ച് ചോദിക്ക്. കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്ക് പറ്റുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ചോദിക്ക്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ റൂമിനകത്ത് കയറി ഒന്ന് കഥപടച്ചിട്ട്, കുളിമുറിയിൽ കയറി കഥപടച്ചിട്ട് വെള്ളവും തുറന്നു വിട്ടിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് മുദ്രാവാക്യം എന്തിനായിരിക്കാം അങ്ങ് പറഞ്ഞ ആരോപണം അനുസരിച്ചാണെങ്കിൽ പോലും എന്തിനായിരിക്കാം ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ K. സുധാകരനെ കോട്ട് ചെയ്തു, VD സതീശനെ കോട്ട് ചെയ്തു, നല്ലതാണ് സാർ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചുകൊള്ളുക, 1977 കൂത്തുപറമ്പിൽ ശ്രീ KG മാരാരോടൊപ്പം ചേർന്നുകൊണ്ട് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച നേതാവിന്റെ പേര് VD സതീശനെന്നോ K. സുധാകരനെന്നോ എന്നല്ല. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. 77 കൂത്തുപറമ്പിൽ ജനസംഘവുമായിട്ട് ചേർന്നുകൊണ്ട് മത്സരിച്ച നേതാവിന്റെ പേര് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈദേഹം റിസോർട്ടിനെ കൊണ്ടുവന്ന് നിരാമയ എന്ന BJPയുടെ ചന്ദ്രശേഖരന്റെ നിരാമയുമായിട്ട് ലയിപ്പിക്കാൻ ബിസിനസിന്റെ പങ്കാളിത്ത കച്ചവടം നടത്തുമ്പോൾ സഖാവേ, RSS BJP നേതാവുമായിട്ട് ബിസിനസ് ബന്ധം വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ഡിവൈഎഫ്ഐക്കാരുണ്ടായോ? നിങ്ങൾ എന്തിനാ EP ജയരാജനെ പുറത്തെറിഞ്ഞത്? BJPയുടെ ജാവദേക്കറെ കണ്ടു എന്ന് പരസ്യമായി ഇലക്ഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞ EP ജയരാജനേക്കാളും വലിയ RSS ആരാ പറയും? നിങ്ങൾക്കറിയോ, ഒരു ADGP RSSനെ നേരിട്ട് കണ്ടു എന്ന് കാണുന്ന തെറ്റൊന്നുമില്ല, നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല. അത് രാഷ്ട്രീയമേ ഉള്ളൂ, രാഷ്ട്രീയ തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം, RSSന്റെ രണ്ടാമത്തെ ആളിനെ ഞാൻ കണ്ടു എന്ന് പരസ്യമായി സമ്മതിച്ച, ലോക ബുക്കുകളും യൂണിഫോമും അതുപോലെ തന്നെ ഔദ്യോഗിക കാറ് മേടിച്ച് കണ്ടു എന്ന് സമ്മതിച്ച, രാമാധവനെ കണ്ടു എന്ന് സമ്മതിച്ച ADGPയെ മാറ്റാൻ നിങ്ങൾക്ക് കാല് വിറക്കുന്നുണ്ടല്ലേ, നാവ് വിറക്കുന്നുണ്ടല്ലേ? എന്താ നിങ്ങൾക്കോ EP ജയരാജനുള്ള വിലയെങ്കിലും EP ജയരാജന് ഈ പറയപ്പെടുന്ന ചന്ദ്രശേഖരന്റെ പകുതി വില നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ആ നിങ്ങളുടെ SFI നേതാവ്, DYFI നേതാവല്ലേ, ഈ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ കണ്ണൂരിലെ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ RSSന്റെ ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് 1000 പ്രസംഗങ്ങൾ പഠിക്കാൻ സിലബസിൽ ഏർപ്പെടുത്തി കൊടുത്ത നേതാവിന്റെ പേര് സുധാകരൻ എന്നല്ല, VD സതീശൻ എന്നല്ല. ഒരു കാര്യം കൂടി ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരുടെയും ധർമ്മരാജന്റെയും തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറിയെയും സാക്ഷിയാക്കി കൊടുത്ത് നിങ്ങൾ ഒതുക്കി കൊടുത്തൊരു കേസുണ്ട്, കൊടകര കുഴൽപ്പണ കേസ്. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അകത്ത് കിടന്നതിനെ സാക്ഷിയാക്കി കൊടുത്ത് സഹായിച്ചു. എന്തിനറിയോ? കരിവണ്ണൂർ ഒതുക്കാൻ, മകൾക്ക് മാസപ്പടി കേസ് ഇത് രക്ഷപ്പെടാൻ, SFIS ഇത് രക്ഷപ്പെടാൻ. സുരേന്ദ്രൻ പ്രതിയായ പൂക്കൂടയിൽ പണം കടത്തിയ കേസ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു, സംരക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? RSSനെ സഹായിക്കാൻ. എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ EP ജയരാജൻ RSS ആണ്, നിങ്ങളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS ആണ്. RSS ആണ് പോലീസ് ഭരിക്കുന്നത്. അത് തുറന്നു പറയാം.